ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം കറണ്ട് എനർജി നോക്കാം. കറണ്ട് എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഫുൾ മൂൺ ആയിട്ട് നിങ്ങൾ ചില സമയം പോസിറ്റീവ് ആകുന്നു, എക്സ്ട്രീമിലി പോസിറ്റീവ്, ചില സമയം എക്സ്ട്രീമിലി നെഗറ്റീവ് ആകുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ വയ്ക്കുക, ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക. മനസ്സ് ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കണം. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അടുത്ത 2 ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു എനർജി. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇന്നത്തെ ദിവസം ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇത് കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരികയാണ്. അതായത് എന്തോ സംഭവിക്കാൻ, അനർത്ഥം സംഭവിക്കാൻ പോവുകയാണ്, നെഗറ്റീവ് എന്തോ സംഭവിക്കാൻ പോവുകയാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സേഫ് ആണെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം ഈ ഒരു ഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ഫുൾ മൂൺ സമയത്ത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ബാലൻസിൽ വയ്ക്കുക, മെഡിറ്റേഷൻ ചെയ്യുക കുറച്ച് സമയമെങ്കിലും. അത് വളരെ നല്ലതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ തന്നെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അതായത് എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ലത് മാത്രമാണ് സംഭവിക്കുന്നത്, ഇനി അങ്ങോട്ടും നല്ലത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം നല്ലതാണ് എന്ന് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഇന്നത്തെ ദിവസം നിങ്ങൾ എത്രത്തോളം പറയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അത് നല്ലതാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നിങ്ങൾ ബാലൻസ് കൊണ്ടുവരേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഫുൾ മൂൺ ആയിട്ടുള്ള. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇവർക്ക് സറണ്ടർ ചെയ്തേ പറ്റുള്ളൂ എന്ന അവസ്ഥ വരും. അപ്പോൾ ഇവർ ഡിവൈനിന് സറണ്ടർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇനി എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, എനിക്ക് ദൈവത്തിനെ ഏൽപ്പിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥ വരും ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശനിയുടെ മാറ്റം വരാൻ പോവുകയാണ്. മീനരാശിയിലോട്ട് ശനി ഭഗവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും സഡനായിട്ട് മാറ്റം വരുന്നതാണ്. ചില ആൾക്കാരുടെ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഇത്രയും നാൾ, പക്ഷെ പെട്ടെന്ന് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്നു. ഏതെങ്കിലും സ്ട്രാപ്ഡ് സിറ്റുവേഷൻ, സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കുന്നു. അപ്പോൾ ശനിയുടെ മാറ്റം കൊണ്ട് പല ആൾക്കാർക്കും നല്ലതും സംഭവിക്കാം, മോശവും സംഭവിക്കാം. അത് നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ് ഇരിക്കുന്നത്. കാരണം ശനി ഭഗവാൻ കർമ്മഫല ദാതാവാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വരാൻ പോകുന്ന സമയം. അങ്ങനെയുള്ള രാശി കൂടുതലായിട്ട് ഇവിടെ എനർജി പറയുന്നത് കുംഭം, മകരം, ചിങ്ങം, ഈ 3 രാശിയിലാണ് കൂടുതലായിട്ടും ശനി ഭഗവാന്റെ ആ ഒരു മാറ്റം പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത്. അതായത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ പല മാറ്റങ്ങളും ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ രാശി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റേതോ ആണെങ്കിൽ. ഇതുകൂടാതെ ഇവരോട് ഏഞ്ചൽസ് അല്ലെങ്കിൽ ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ ഫിയറിൽ വർക്ക് ചെയ്യണമെന്ന്. അതായത് ഈ ഒരു ടൈം നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഫിയർ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇനി ഉള്ളത് എന്നുള്ള രീതിയിൽ ഗൈഡൻസ് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന്, ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫസ്റ്റ് എനർജി ഈ ഫുൾ മൂൺ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ സെപ്പറേഷനിലോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസ് നിങ്ങളത് പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എനർജിയിലാണ് ഇവർ ഉള്ളത് ഫുൾ മൂണായിട്ട്. അപ്പോൾ ഇതാണ് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണ് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ഇവർ വളരെയധികം ഇമോഷണലുമാണ്, ബാലൻസ്ഡുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. വളരെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല ഈ ഫുൾ മൂണായിട്ട്. ഡിസ്ട്രഷൻ, കോൺഫ്ലിക്റ്റ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ശാന്തമായിട്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഇവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും അത് നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുക എന്നുള്ള കോൺഫിഡൻറ്റ് ഇവർക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ദൂരത്തിൽ ചിന്തിക്കുകയാണ്, വളരെ മെച്യൂറായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനം ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമ്മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ ഇവർ എടുക്കത്തില്ല, മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് ബാലൻസിലാണ് ഇരിക്കുന്നത് ഇവർ. ഇവിടെ ഇവർ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടുള്ളത് ആ സിറ്റുവേഷനെ പൊളൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഐസൊലേഷനിൽ ഇരുന്നിട്ട് എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ചായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പെട്ടു പോകുക എന്നുള്ളത് ഇവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. കാര്യങ്ങൾ പോസ്റ്റ്പോൺഡ് ആയിട്ടുണ്ട്. അതിൽ ഇവർ കുറച്ച് അപ്സെറ്റാണ്. പക്ഷേ അവർക്ക് കോൺഫിഡൻറ്റുമാണ്. എന്നെക്കൊണ്ട് ഈ സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻറ്റ് ഇവർക്കുണ്ട്. ഇപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ 2 പേരുടെ മേലുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കൂടാതെ ഇവരെ ആർക്കും തന്നെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഇവരോട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല. കാരണം ഇവർക്ക് അറിയാം എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ നല്ലത് മോശം എന്നുള്ള കാര്യം ഇവർക്കറിയാം. വ്യക്തമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടോടെയാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയാണ് എങ്കിൽ അവർ ഇപ്പോൾ ഒരു ട്രാപ്പ്ഡ് സിറ്റുവേഷനിലാണ്. അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ ഇവർ നിങ്ങളോട് സംസാരിച്ചില്ല എങ്കിൽ പോലും ടെലിപ്പതിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇവർ ഉള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 696969 ഈ നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ 999966 അങ്ങനെയൊക്കെ. നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇതുവരെ യൂണിയൻ ആയിട്ടില്ല. അവരുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഇതുവരെയും വന്നില്ല. അവർ വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ യൂണിയൻ ആവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും ഒരു സ്റ്റാൻഡ് എടുക്കാതെ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു റിജക്ഷൻ്റെ എനർജി എല്ലാം മാറി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി നിങ്ങൾക്കിടയിൽ ഒരു പോസിറ്റിവിറ്റി വരുന്നതായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ കോളോ മെസ്സേജോ വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഹോപ്പ്ലെസ് ആവരുത്. വരാൻ പോകുന്ന സമയം ഇവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതാണ്. ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനുള്ളവർക്ക് വരാൻ പോകുന്ന 6 മണിക്കൂറിൽ അല്ലെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മിനിമം 6 മണിക്കൂർ മാക്സിമം 22 അവേഴ്സിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതാണ്. അതായത് അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് കുറച്ച് ധൈര്യത്തോടെ കാത്തിരിക്കേണ്ടതാണ്. പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നെഗറ്റീവായിട്ടുള്ള എനർജി ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ. ഇവർ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെ വാക്കിൽ വീണ് പോയി തെറ്റായ തീരുമാനങ്ങളൊന്നും ഇവർ എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് ആയിട്ട് കാത്തിരിക്കുക. കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫേവറിൽ വരുന്നതാണ്. വരാൻ പോകുന്ന സമയം നിങ്ങൾ കുറച്ചൊന്ന് ഹോപ്പ്ഫുള്ളായിട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയും കാണുന്നില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങൾ ഏഞ്ചൽസിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ ആദ്യം വിശ്വസിക്കുക, ഏഞ്ചൽസിലും വിശ്വസിക്കുക. ദൈവം ഒരിക്കലും നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒന്നും തരത്തില്ല, നല്ലത് മാത്രമേ തരികയുള്ളൂ. ഇനി മോശം എന്തെങ്കിലും തന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മോശം തരുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും പല വ്യക്തികളെയും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല ഇത് നിങ്ങളുടെ ഒരു സോൾ, നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവരെയും കാണുമ്പോൾ തോന്നത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് തോന്നുന്നു ഇത് എൻ്റെ ആത്മാവുമായിട്ട് കണക്റ്റ് ആകുന്ന വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അങ്ങനൊരു ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ നന്ദി പറയുക ദൈവത്തിനോട്. നിങ്ങളുടെ ഉള്ളിൽ ഹിഡനായിട്ടുള്ള പല ടാലൻറ്റുകളും ഉണ്ട്. അത് പുറത്തു കൊണ്ടുവന്ന് ശരിയായ രീതിയിൽ അത് പ്രയോഗിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്.
ലൈഫ് എന്ന് പറയുന്ന ഒരു റേസ് പോലെയാണ്. അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഡിപ്രസ് ആവരുത്. ഇനി എന്തെങ്കിലും കാര്യം ലഭിച്ചോ എന്ന് പറഞ്ഞ് ഓവർ എക്സൈറ്റും ആവരുത്. എന്തായാലും അതിൻ്റേതായ രീതിയിൽ ബാലൻസ് ആയിട്ടിരിക്കുക. ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.